ഇന്നൊരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഇന്നൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം കുടിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ് ഈ ഒരു പായസത്തിന്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മത്തനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല മൂത്ത മത്തൻ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാവും കുറച്ച് കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ടാവുക. ഒരു 200-250 ഗ്രാമോളം മത്തൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊക്കെ എത്രത്തോളമാണ് പായസം ഉണ്ടാക്കുന്നത് അതിൻ്റെ ആ ഒരു അളവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ കടലപ്പരിപ്പ്, ഞാനിവിടെ ഒരു 1/2 കപ്പ് കടലപ്പരിപ്പ് വെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മത്തൻ്റെ കൂടെ തന്നെ ഇതും വെന്ത് കിട്ടിക്കോളും. കടലപ്പരിപ്പ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. വെറും മത്തങ്ങ വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട്, പക്ഷേ അതിനേക്കാൾ വെറും കടലപ്പരിപ്പ് വെച്ചിട്ടും വെറും മത്തങ്ങ വെച്ചിട്ടും നമ്മൾ പായസം റെഡിയാക്കി എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ രണ്ടും കൂടെ ചേർത്തിട്ടുണ്ടാക്കുന്ന പായസത്തിന് ഒരു വേറെ രുചി തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിനനുസരിച്ചിട്ടുള്ളത് വേവാൻ വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടലപ്പരിപ്പ് കുതിർത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്തൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ സെപ്പറേറ്റ് വേവിക്കേണ്ടി വരും. കാരണം കടലപ്പരിപ്പ് കുതിർത്തിട്ടില്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിത് എന്തായാലും ഒന്ന് കുതിർത്തെടുത്തതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 3 വലിയ അച്ച് ശർക്കരയാണ് കേട്ടോ. ആ ശർക്കരയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുത്താൽ മതി, എന്നാൽ നമുക്ക് കൂടുതൽ സമയം വറ്റിച്ചെടുക്കണ്ട. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മത്തനും അതുപോലെ കടലപ്പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മത്തനൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും കൂടെ നമുക്കിതൊന്ന് ഉടച്ച് കൊടുക്കണം. പിന്നെ കടലപ്പരിപ്പ് ചെറുതായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. ഒന്നങ്ങ് ഉടച്ചെടുക്കണം, നമുക്ക് ആ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. മത്തൻ്റെ കട്ടി ഉണ്ടാവും, എന്നാലും കടലപ്പരിപ്പ് നമുക്ക് ചെറിയ പീസാക്കി വരുന്ന ആ ഒരു രീതി, ചെറിയ പീസായിട്ട് വരുന്ന ആ ഒരു രീതിയിൽ ഒന്നങ്ങ് ഉടച്ചെടുത്താൽ മതി. ഈ ഒരു രീതിക്ക് ഒന്നങ്ങ് ഉടച്ചെടുത്താൽ മതി കേട്ടോ. കടലപ്പരിപ്പ് ഫുള്ളായിട്ട് അങ്ങ് ഉടച്ചെടുക്കണ്ട, മത്തൻ നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടിക്കോട്ടെ. ഇനി ഇതുപോലെ ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉരുളി ഉണ്ടെങ്കിൽ ഉരുളി എടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ നല്ല ഉരുളി ഉണ്ട്, അത് കുറച്ച് വലിയ ഉരുളിയാണ് കേട്ടോ. ആ ഒരു 4 ലിറ്റർ പായസമൊക്കെ വെക്കുന്ന ഉരുളിയാണ്. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. ഇതുപോലൊരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളിത് ഉടച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മെത്തൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു നെയ്യിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ മത്തൻ്റെ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി തിളപ്പിച്ച് ഇതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ശർക്കര പാനിയൊക്കെ കുറച്ചൊന്നങ്ങ് വറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. 1-2 പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഇതുപോലെ കുറുകിയെടുക്കണം കേട്ടോ. ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ ആദ്യത്തെ പാൽ എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്നങ്ങ് നന്നായിട്ട് കുറുകി കഴിഞ്ഞാൽ പിന്നെ തേങ്ങയുടെ നല്ല കട്ടിയുള്ള 1ാം പാലുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് തിളക്കാൻ പാടില്ല, തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ഇളക്കി നന്നായിട്ട് എല്ലാം ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ വീതം ചുക്കുപൊടിയും അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, അതും ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പായസം തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ അങ്ങ് കുറുകി വരും കേട്ടോ. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒരു ഹാഫ് മുപ്പായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തതായി ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കടലപ്പരിപ്പ് മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്